നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. മണലൂരിന് TN പ്രതാപൻ 10 ഗ്യാരണ്ടിയും മണലൂരിനൊരു മാനിഫെസ്റ്റോയും പ്രഖ്യാപിച്ചു. നവ മണലൂർ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളുടെ മുഖം തിരിക്കുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം. ഏറെക്കാലമായി അസുഖബാധിതനായിരുന്നു. നടൻ മുകേഷിന്റെ സഹോദരി സന്ധ്യയുടെ ഭർത്താവാണ്. സംസ്കാരം വെള്ളിയാഴ്ച തൃശൂർ തൃത്തല്ലൂരിൽ നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, നരസിംഹം, തച്ചിലെടുത്ത് ചുണ്ടൻ, മീശമാധവൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചു. നാടക കലാകാരൻ കൂടിയായ അദ്ദേഹം ക്യാരക്ടർ റോളുകളിലും വില്ലൻ റോളുകളിലും തിളങ്ങി. മകൻ ദിവ്യദർശൻ അഭിനേതാവാണ്. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു രാജേന്ദ്രൻ. 71 വയസ്സായിരുന്നു. നാടക നടനായാണ് തുടക്കം. തുടർന്ന് സിനിമയിലെത്തിയ രാജേന്ദ്രൻ 60ഓളം ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്തു. ഇതിനു പുറമെ ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ കോർപ്പറേഷൻ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ തൃത്തല്ലൂരിലെ ഏങ്ങൂർ തറവാട്ടിൽ അയ്യപ്പന്റെയും സുമതിയുടെയും മകനായാണ് ജനനം. തൃത്തല്ലൂർ UP സ്കൂളിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്കൂൾ സാഹിത്യ സമാജവുമായി ബന്ധപ്പെട്ട നാടകാവതരണങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. കലാലയ പഠനത്തിനു ശേഷം ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന രാജേന്ദ്രൻ 1ാം റാങ്കോടെ ബിരുദം നേടി. ഇതിനുശേഷം പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെലിവിഷൻ കോഴ്സിന് ചേർന്നു. പൂനെയിലെ പഠനശേഷം നാട്ടിലെത്തിയ സന്ദർഭത്തിലാണ് O. മാധവന്റെ മകളും മുകേഷിന്റെ സഹോദരിയുമായ സന്ധ്യയെ രാജേന്ദ്രൻ പരിചയപ്പെടുന്നതും തുടർന്ന് ഇരുവരും വിവാഹിതരാകുന്നതും. അക്കാലത്ത് സന്ധ്യ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിയായിരുന്നു. വിവാഹശേഷം കൊല്ലത്തെത്തിയ രാജേന്ദ്രൻ ഭാര്യാപിതാവായ O. മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. നാടകകൃത്തായ ജോസ് ചിറമലിന്റെ സഹായത്തോടെ രാജേന്ദ്രൻ തന്നെ ഒരു റഷ്യൻ നോവൽ നാടകമാക്കി. 1987 ഏറ്റവും മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഈ നാടകം നേടുകയുണ്ടായി. പിന്നീട് രാജേന്ദ്രൻ തന്നെയായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിന്റെ പ്രധാന ചുമതലക്കാരൻ. തുടർന്ന് 6-7 വർഷം രാജേന്ദ്രനും സന്ധ്യയും തന്നെയായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഇക്കാലയളവിൽ സന്ധ്യയ്ക്ക് ഏറ്റവും മികച്ച നാടക നടിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡും ലഭിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തു വന്ന രാജേന്ദ്രൻ VR ഗോപിനാഥിന്റെ ഗ്രീഷ്മം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരികെ എത്തിയത് ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലൂടെയാണ്. പിന്നീട് പ്രണയവർണ്ണങ്ങൾ, ദയ, പട്ടാഭിഷേകം തുടങ്ങി 60ഓളം ചിത്രങ്ങളിൽ വില്ലനായും സ്വഭാവ നടനായും അഭിനയിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി TN പ്രതാപൻ 10 ഗ്യാരണ്ടിയും മണലൂരിനൊരു മാനിഫെസ്റ്റോയും പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലത്തിലെ വ്യത്യസ്ത മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾ, ജനപ്രതിനിധികൾ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായി നടത്തിയ ആശയവിനിമയത്തിലൂടെയാണ് 10 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നത്. ഇതിനു പുറമെ മണലൂരിനൊരു മാനിഫെസ്റ്റോയും തയ്യാറാക്കിയിട്ടുണ്ട്. മണലൂരിൽ നിന്ന് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മാസത്തിനുള്ളിൽ 10 ഗ്യാരണ്ടികൾക്കും തുടക്കം കുറിക്കുമെന്നും TN പ്രതാപൻ പറഞ്ഞു. മദർ തെരേസ ഡയാലിസിസ് സെന്റർ, പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സ്ഥാപനം, അർഹരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ മരുന്ന് നൽകുന്ന ഇന്ദിര ഫാർമസി, വിശപ്പില്ലാത്ത മണലൂർ എന്ന ആശയ സാക്ഷാത്കാരത്തിന് 10 രൂപ നിരക്കിൽ ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന ക്യാൻറ്റീനുകൾ, മണലൂർ മണ്ഡലത്തിലെ പ്രവാസികളുടെ സഹകരണത്തോടെ അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിലവസരമൊരുക്കുന്ന പദ്ധതി, മണലൂരിലെ കാർഷിക വിളകൾ, കരകൗശല വസ്തുക്കൾ, മറ്റ് തനത് നിർമ്മിതികൾ ഉപയോഗപ്പെടുത്തി മണലൂർ ബ്രാൻഡ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക് ലാബ്, വടനപ്പള്ളി ബീച്ച്, കനോലി കനാൽ തീരങ്ങൾ, കോൾ നിലങ്ങൾ എന്നിവയെ ബന്ധപ്പെടുത്തി നടപ്പിലാക്കുന്ന ഗ്രാമീണ ടൂറിസം പദ്ധതി, ഓരോ പഞ്ചായത്തിലും തൈക്കാട് മേഖലയിലും മണലൂരിന്റെ പൈതൃകം ലോക സമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന കലാ, സാഹിത്യ, സാംസ്കാരിക, കാർഷിക ഫെസ്റ്റിവലുകൾ, പെരിങ്ങാട് പുഴയെയും തീരത്തെയും ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ദോഷകരമായതും ഇടത് സർക്കാർ പ്രഖ്യാപിച്ചതുമായ റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ റദ്ദാക്കൽ, മണലൂർ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നവമണലൂർ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മണലൂർ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. സുസ്ഥിര വികസനത്തിനാണ് പ്രഥമ പരിഗണന. അതിന്റെ ഭാഗമായി കാർഷിക മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കും മുൻഗണന നൽകുന്ന വികസനത്തിനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. പശ്ചാത്തല വികസനവും ഗ്രാമീണ റോഡിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കലും പ്രഥമ പരിഗണന നൽകുന്നു. മണലൂർ മണ്ഡലത്തെ കാർബൺ ന്യൂട്രോൺ മണ്ഡലമാക്കി മാറ്റുക എന്നതും ലക്ഷ്യമാണ്.
മനുഷ്യവിഭവ വികസനം ലക്ഷ്യം വയ്ക്കുന്ന നവീന പദ്ധതികൾക്കും ഇതിലൂടെ രൂപം നൽകുമെന്നും സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാഷ് പറഞ്ഞു. മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോഴാണ് മണ്ഡലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദീകരിച്ചത്. കോൾ നിലങ്ങളെയും പുഴകളെയും ബന്ധിപ്പിച്ച് ടൂറിസം വികസനത്തിനും രൂപം നൽകുമെന്നും ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലം LDF കൺവീനർ TV ഹരിദാസൻ അധ്യക്ഷനായി. ചെയർമാനും CPI മണ്ഡലം സെക്രട്ടറിയുമായ VR മനോജ്, CPM ഏരിയ സെക്രട്ടറി PA രമേശൻ, PG സുബിദാസ്, VN സുർജിത്ത്, ആഷിഖ് വലിയകത്ത്, PI ഷൈൻ, VN ഷിജു, മീഡിയ കോർഡിനേറ്റർമാരായ ജോസ് വാവേലി, അബ്ബാസ് വീരാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ദേശത്ത് പറയെടുപ്പിന് പുറപ്പെടുന്ന അന്തിക്കാട്ടമ്മ ആചാരപെരുമയോടെ വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. പാണ്ടിമേളത്തോടെയും താലത്തോടെയും നിറപറ നിറച്ചും ഭഗവതിയെ എതിരേറ്റു. മേളത്തിന് പഴങ്ങാപ്പറമ്പ് കുട്ടൻ നമ്പൂതിരി, അന്തിക്കാട് പരമേശ്വരൻ, അന്തിക്കാട് ഗോകുൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അന്തിക്കാട് ദേവദത്തൻ, ഭാരവാഹികളായ CR ശശി, ഷീജ രാജു, ദേവസ്വം ഓഫീസർ KN ബാബുരാജ്, അന്തിക്കാട് പത്മനാഭൻ, സജേഷ് കുറുവത്ത്, ഷാജി കുറുപ്പത്ത്, ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ ഐനിക്കാട്ട് രാമചന്ദ്ര വാര്യർ, E രമേശൻ, അന്തിക്കാട് ഉണ്ണികൃഷ്ണൻ, അന്തിക്കാട് കൃഷ്ണപ്രസാദ്, നമ്പീശൻ, പരമേശ്വരൻ മേനോത്ത്, വൈശാഖ് അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. കേരള സാഹിത്യ അക്കാദമിയും കുഞ്ഞുണ്ണിമാഷ സ്മാരക സമിതിയും ചേർന്ന് വലപ്പാട് കുഞ്ഞുണ്ണിമാഷ സ്മാരകത്തിൽ വെച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഡോക്ടർ C രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാഷ അധ്യക്ഷനായി. ഉഷ കേശവരാജ്, അരവിന്ദൻ പണിക്കശ്ശേരി, KA വിശ്വംഭരൻ, കുഞ്ഞുണ്ണിമാഷ സ്മാരക സമിതി സെക്രട്ടറി VR ബാബു, അക്കാദമി പ്രോഗ്രാം കോർഡിനേറ്റർ KS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. എല്ലാ വായനാ ദിനത്തിലും എല്ലായിടത്തും ഓർമ്മിപ്പിക്കപ്പെടുന്ന വരികൾ കുഞ്ഞുണ്ണി മാഷുടേതാണ്. എല്ലാ വിദ്യാലയങ്ങളിലും വായനശാലകളിലും എഴുതി വെച്ച കാവ്യ സൂക്തം കുഞ്ഞുണ്ണി മാഷുടേതാണ്. വായനയ്ക്ക് വേണ്ടി വായനയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് മാഷ് എഴുതിയ വരികൾ അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഹൃദയസ്ഥമായി കൊണ്ടു നടക്കുന്നു. കുഞ്ഞുണ്ണി മാഷ് ചെറിയ കവിതകളാണ്, രൂപത്തിൽ ചെറിയ, വാക്കുകളിൽ ചെറിയ കവിതകളാണ് മാഷ് എഴുതിയിട്ടുള്ളത്. ഇത്തിരിയേ ഉള്ളൂ ഞാൻ, എനിക്ക് പറയാൻ ഇത്തിരിയേ കാര്യവുമുള്ളൂ, അതിനിത്തിരിയേ വാക്കും വേണ്ടു. അങ്ങനെ കുറച്ച് വാക്കുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ചുരുങ്ങിയ വരികൾ കൊണ്ട് ജീവിതത്തെ സമഗ്രമായും സമ്പൂർണ്ണമായും ഭാവനാപൂർണമായി ആവിഷ്കരിച്ച വലിയ ഒരു കവിയാണ്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് തൃപ്പ്യാർത്തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായി ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ട് നടത്തി. കാട്ടൂർ പൂരം കഴിഞ്ഞ് തിരിച്ചുവന്ന് കുറുപ്പിന്റെ പടിക്കലെ നിയമവടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാട്ടും കഴിഞ്ഞാണ് ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ടിനായി പുറപ്പെട്ടത്. വൈകിട്ട് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കുറുക്കൻ കുളത്തിൽ ആറാട്ട് എഴുന്നള്ളും. വെള്ളിയാഴ്ച രാവിലെ വെന്നിക്കൽ അമ്പലത്തിൽ പറയെടുത്തതിനു ശേഷം കോതകുളത്തിൽ ആറാട്ട് നടത്തും. അതിനുശേഷം പൈനൂർ പാടത്ത് ചാലുകുത്തൽ ചടങ്ങ് നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം നാട്ടിക രാമംകുളം ആറാട്ടിനായി പുറപ്പെടും. രാമംകുളം ആറാട്ടിന് ശേഷം ഇല്ലങ്ങളിൽ പൂരവും സമുദായ മഠം പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. UDF ചന്ദ്രാപിന്നി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ PD സജീവ് അധ്യക്ഷനായി. നേതാക്കളായ സജയ് വയനപ്പിള്ളി, സുനിൽ P മേനോൻ, PS മുജീബ് റഹ്മാൻ, TK പ്രകാശൻ, PK ഹംസ, മൻസൂർ അന്താറത്തറ, ജോബി SN പുരം, ഉമറുൽ ഫാറൂഖ്, EK മുഹമ്മദ് ഹാജി, സഹീർ, TA നസീമുദ്ദീൻ, ഷജിൽ ചന്ദ്രാപിന്നി, ഹരിദാസ് കൊച്ചിക്കാട്ട്, ബിഷ സത്യൻ, ഷിനി സതീഷ്, ഷഹന കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളെല്ലാവരും ഇനി സമയം കളയാണ്ട് 10-15 ദിവസമുള്ളൂ. എല്ലാവരും ഇനി പൂത്തിരിക്കാറില്ല. കാറ്റ് നമുക്ക് അനുകൂലമാണ്. ഇന്നിപ്പോൾ ഒരു കൺവെൻഷൻ കഴിഞ്ഞാൽ ഞാൻ വരുന്നത്, അത് കഴിഞ്ഞ് ഒരുപാട് പിന്നെ ഗ്രാമങ്ങളിൽ പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളൊക്കെ പോയി എല്ലാം കൂടി നല്ല നല്ല കാറ്റാണ് നമ്മൾ വരുന്നത്. അപ്പോൾ തെളിയുമ്പോഴേ തക്കാൻ പറ്റുള്ളൂ. നമ്മളിനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നേടണമെങ്കിൽ നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളെല്ലാവരും ഫീൽഡിലാണ്.
സമാധാനത്തിൻ്റെ വാക്കുകളുമായി ഇനി നല്ല നമ്മുടെ ചാപ്റ്റർ ഡിമെൻസ് എന്ന കാര്യങ്ങൾ മുഴുവൻ കൊണ്ട് നല്ല നോട്ടീസുകൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ എത്തിക്കുക. നമുക്ക് പറയാം ഈ മാറിയ BJP ബന്ധം CPM അജണ്ടയുണ്ടല്ലോ 100 ഉദാഹരണങ്ങളായിട്ട് നോട്ടീസുകൾ വരും. ഞാൻ അതിലേക്ക് കടക്കല്ല. ഈ BJP CPM ബന്ധമാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ കോട്ടം, ഇന്ത്യ കേരളത്തിലുള്ള കോട്ടം. അത് നമുക്ക് അവസാനിപ്പിക്കുക. LDF എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റി ചെയർമാൻ AV സതീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, KC ശിവരാമൻ, PK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. AV സതീഷ് ചെയർമാനായും PK ഷാജു കൺവീനറായും ബൈന പ്രദീപ് ട്രഷററായും 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ഇത് ഏപ്രിൽ അവസാന വാരമായിരിക്കും, അതല്ലെങ്കിൽ മെയ് ആദ്യ വാരത്തിലായിരിക്കും എന്നുള്ള പലതരത്തിലുള്ള കണക്കൂട്ടലുകളായിരുന്നു നമ്മളെല്ലാം നടത്തിയത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമയം നമുക്ക് തന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചന്ദ്രാപിനി SN വിദ്യാഭവൻ KG വിഭാഗം വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു. നാട്ടിക ശ്രീനാരായണ ഗുരു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ S ഷിബു ഉദ്ഘാടനം ചെയ്തു. SNENC ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ അധ്യക്ഷനായി. MS പ്രദീപ്, രാജ്കുമാർ കരുവത്തിൽ, TS വിജയരാഘവൻ, PT സുരേഷ് ബാബു, ഡാനിഷ് കോലാന്ത്ര, SN വിദ്യാഭവൻ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, KG വിഭാഗം പ്രധാനാധ്യാപിക ലിനിയ അനിൽകുമാർ, KG വിഭാഗം അധ്യാപിക പ്രിയ സന്തോഷ്, KG വിഭാഗം വിദ്യാർത്ഥിനികളായ PA ആർദ്ര, സാൻവി കൊല്ലാറ, ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുരുന്നുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. ഞങ്ങളുടെ ഡിഗ്രിക്ക് അക്ഷരം എഴുതാൻ പോലും അറിയാത്ത കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ വയനാട് ഇരുന്ന സമയത്ത് ഒരു കുട്ടിയോട് പറഞ്ഞിട്ട് പോലെ മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള അക്ഷരം എഴുതിയാൽ BAക്ക് അഡ്മിഷൻ തരാറ്. അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് നമ്മളെ +2 തലത്തിലുള്ള വിദ്യാഭ്യാസം. സ്ട്രൈക്കിനെ വെച്ച് റിസൾട്ട് കൂട്ടാനായിട്ടാണ് ഭൂരിപക്ഷം സർക്കാർ സ്കൂളുകൾ ശ്രമിക്കുന്നത്. LDF മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന്റെ റോഡ് ഷോ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, കവി C രാവുണ്ണി, VN സുർജിത്ത്, PG സുബിദാസ്, KK ശശിധരൻ, K രാഗേഷ്, KM ഗോപിദാസൻ എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ വയക്കാട്ടിൽ മാത്തുക്കാട്ടിൽ പെരുമ്പായിൽ ധർമ്മദൈവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, അധിവാസം, വിടർത്തി പൂജ, പരിവാരമൂർത്തികളുടെ അഷ്ടബന്ധ നവീകരണം, കലശാഭിഷേകം എന്നിവ ഉണ്ടായി. തുടർന്ന് താല വാദ്യ നാമജപഘോഷങ്ങളോടെ അഷ്ടബന്ധന നവീകരണ കലശം, ശീലകത്തേക്ക് എഴുന്നള്ളിപ്പ്, ജീവകലശാഭിഷേകം, ശതകലശാഭിഷേകം, മഹാനിവേദ്യം, പ്രസന്ന പൂജ, പ്രസാദ ഊട്ട് എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഇത്തിക്കാട്ട കാളി മൂലക്ഷേത്രത്തിൽ നിന്നും താലം, വാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ്, തുടർന്ന് കേളി, പറ്റ, തായമ്പക, ഭഗവതികളം, ഗുരുതി എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ മണികണ്ഠൻ മാത്തുക്കാട്ടിൽ, രമേശ് പെരുമ്പായിൽ, വയക്കാട്ടിൽ റോയ്, ലാൽ, മുരളീധരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു.
UDF വാടനപ്പള്ളി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വാടനപ്പള്ളി വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ കൺവെൻഷൻ കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ വാടനപ്പള്ളിയിൽ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്നോ ചോദിച്ചു. അപ്പോൾ ശ്രീ TN പ്രതാപൻ ഞങ്ങൾ സഹോദരങ്ങളാണ്. പാർലമെന്റിൽ 5 വർഷക്കാലം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. MLA എന്ന നിലയിലും അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ KPC വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകരെ ഈ വാടനപ്പള്ളി കൺവെൻഷൻ ഞാൻ കൂടി പങ്കെടുക്കാമെന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അപ്രതീക്ഷിതമായി ഈ കൺവെൻഷൻ പങ്കെടുക്കുന്നത്. ഞാൻ മണലൂർ നിയോജകമണ്ഡലത്തിൽ ആദ്യമായിട്ടല്ല വരുന്നത്. ഒട്ടനവധി പരിപാടികളിൽ ഞാൻ വന്നിട്ടുണ്ട്. ഏറ്റവും ഒരു പുതുയുഗ യാത്രയിൽ ഈ നിയോജകമണ്ഡലത്തിൽ വന്നപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും അവസരം ലഭിച്ചത് വലിയ സന്തോഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏപ്രിൽ മാസം ഉത്പാദനം നടക്കുന്ന UDF മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മണലൂർ നിയോജക മണ്ഡലം ചാർജുള്ള ICC സെക്രട്ടറി അശോക് തൻവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. UDF വാടനപ്പള്ളി മണ്ഡലം കൺവീനർ സിദ്ദീഖുൽ അക്ബർ, UDF നേതാക്കളായ മുഹമ്മദ് ഗസാലി, CI സെബാസ്റ്റ്യൻ, CM നൌഷാദ്, സുബൈദ മുഹമ്മദ്, PK രാജൻ, ദിലീപ് കുമാർ, RE അബ്ദുൽ നാസർ, IP പ്രഭാകരൻ, ഷീജ ടീച്ചർ, ശിവപ്രസാദ്, സേവിയർ, VT ബെന്നി, രജനി കൃഷ്ണാനന്ദ, ഫാസിൽ, ഹർഷാദ്, സുഗന്ധിനി ഗിരീഷ്, ML സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹസീന താജു, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി, ഷെഫീന, ഗിൽസ, തിലകൻ എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ദേശത്തെ പറയെടുപ്പിന് പുറപ്പെടുന്ന ചൂരക്കോട്ട ഭഗവതിക്ക് പുലാമ്പുഴ കടവിൽ നൽകിയ വരവേൽപ്പും പറനിറയ്ക്കൽ ചടങ്ങും ഭക്തി നിർഭരമായി. പടിഞ്ഞാറേക്കര ഉത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വരവേൽപ്പിന് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാഗിഷ, സെക്രട്ടറി ശ്രുതി, രക്ഷാധികാരി മാധവൻ കുന്നത്തുള്ളി, ട്രഷറർ പ്രസീത രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പുഷ്പാങ്കദൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഭഗീരഥൻ, അമ്പിളി, രാധാകൃഷ്ണൻ, വൈശാഖ്, അനീഷ്, പ്രവീൺ, രാഗേഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പെൻഷനും ഗ്രാറ്റുവിറ്റിയും ലഭിക്കാതെ പ്രയാസപ്പെടുന്ന വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളുടെ മുഖം തിരിച്ച് നിഷേധ സമീപനം കൈക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരള തൃശൂർ ജില്ലാ പ്രസിഡന്റ് KR അശോകവല്ലി, ജില്ലാ സെക്രട്ടറി CD അൽഫോൻസ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി TP ഗ്രേസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ കിട്ടാതെ 3 മാസമായി ജീവനക്കാർ വലയുകയാണ്. 2022 സുപ്രീം കോടതി ഉത്തരവിറക്കിയ ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ നിരാഹാരം ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും ആവശ്യങ്ങൾ അനുവദിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നിലവിൽ വിരമിച്ച അംഗനവാടി അധ്യാപകർക്ക് 2500 രൂപയും ഹെൽപ്പർമാർക്ക് 1500 രൂപയുമാണ് നൽകി വരുന്നത്. ഇത് യഥാക്രമം 10000 രൂപയും 8000 രൂപയുമായി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. എല്ലാ മാസവും പെൻഷൻ 5-ാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്യണം. 3 മാസമായി പെൻഷൻ വിതരണം മുടങ്ങിയിട്ട് പെൻഷൻ വർധനവും 2022 ഏപ്രിൽ 25 സുപ്രീം കോടതി ഉത്തരവിറക്കിയ ഗ്രാറ്റുവിറ്റി ലഭിക്കുവാൻ നിരാഹാരം ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും ആവശ്യങ്ങൾ അനുവദിക്കുവാൻ അധികൃതർ തയ്യാറാകില്ലെന്ന്
ലയൺസ് ക്ലബ്ബ് 318 സ്പെഷ്യൽ ചിൽഡ്രൻ പ്രൊജക്ട് പ്രകാരം പെരിഞ്ചേരി ലയൺസ് ക്ലബ്ബ് തൈക്കാട്ടുശ്ശേരി ജോൺ ഊക്കൻ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഡേവിഡ് സ്പെഷ്യൽ ചിൽഡ്രൻ സുപ്രീം കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PG ജോബി അധ്യക്ഷത വഹിച്ചു. ND ഡിവിജ് TP ജോസ്, RA പീറ്റർ, MA ജോയ്, പ്രിൻസിപ്പൽ സിസ്റ്റർ ജയ്മേരി, KJ നിക്സൺ, PA മാത്യൂസ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടലിന്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യമുയർത്തി മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന 30 ആവശ്യങ്ങൾ ഉന്നയിച്ച് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ നിന്നും ആരംഭിച്ച ജാഥ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് PC ജയബാലൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KV സിജിത്ത് ചടങ്ങിൽ സ്വീകരണം ഏറ്റുവാങ്ങി. ജാഥ മാനേജർമാരായ PK ചന്ദ്രബാബു, UB മണികണ്ഠൻ, സംസ്ഥാന സെക്രട്ടറി മണി കാവുങ്ങൽ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PP ഷാജി, മണി ഉല്ലാസ്, രജീഷ് മഞ്ചറമ്പത്ത്, ഷീബ സതീഷ്, AA കുട്ടൻ, PK ബാബു, ഷീല ശാന്തകുമാർ, ലിതീഷ്, ഗണേഷ് പണിക്കൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പനക്കൽ, മണ്ഡലം പ്രസിഡന്റ് PV വിനോദ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ തീരദേശം അറുതിയിലാണ്. ഈ അറുതിയിൽ വരുന്ന കാലത്ത് പോലും കേരള സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായ യാതൊരു നടപടികളും എടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന 30 ഇന ആവശ്യങ്ങളുണ്ട്. സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 30 ഇന ആവശ്യങ്ങളുമായിട്ടാണ് ഈ യാത്ര കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ തളിക്കുളം ഇടശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം തളിക്കുളത്ത് TN പ്രതാപൻ MLA ആയിരിക്കുന്ന കാലത്ത് ഉണ്ടായ ടൂറിസം വികസനങ്ങളല്ലാതെ ഒരു വികസനവും കഴിഞ്ഞ ഇടതുപക്ഷ MLA കാലത്ത് ഉണ്ടായിട്ടില്ല. അദ്ദേഹം സീറ്റ് ലഭ്യമാകാതെ വന്നപ്പോൾ BJPയിലേക്ക് പോയി NDA സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമമാണ് നടത്തിയത്. നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഇവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. വലപ്പാട് ബീച്ച് മന്ത്ര തറവാട് ധർമ്മദൈവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, നാഗപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് കോഴിശ്ശേരി ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താല വാദ്യമേളങ്ങളോടുകൂടി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന, രാത്രി അത്താഴ പൂജ, തായമ്പക, തുടർന്ന് തൃപ്പയാർ സരയൂ കലാവേദിയുടെയും വലപ്പാട് വിഘ്നേശ്വര ടീമിന്റെ നേതൃത്വത്തിൽ വീരനാട്യം, കൈകൊട്ടിക്കളിയും അരങ്ങേറി. ക്ഷേത്രം തന്ത്രി കുട്ടൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ മണ്ഡലം പര്യടന പരിപാടിക്ക് തുടക്കമായി. കോടന്നൂർ സെന്ററിൽ വെച്ച് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാറളം, അവണിശ്ശേരി, ചേർപ്പ് പഞ്ചായത്തുകളിലെ 50ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് AS ദിനകരൻ, സെക്രട്ടറി KP സന്ദീപ്, ട്രഷറർ KK ജോബി, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രമേഷ് കുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, PR വർഗീസ് മാസ്റ്റർ, KK അനിൽ, KM കിഷോർ കുമാർ, M നാരായണദാസ്, PR വസന്തൻ, KM ജയദേവൻ, സെബി ജോസഫ്, ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, KS മോഹൻദാസ്, മധുസൂദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
UDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ KPCC മെമ്പർ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ KA കബീർ, UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BA ഷൗക്കത്ത് അലി, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, PH മുഹമ്മദ്, CA ഇബ്രാഹിം, KK സിദ്ദീഖ്, നിയാസ് പാണാട്ട്, PK ഷാഹുൽ ഹമീദ്, KA റഷീദ് എന്നിവർ സംസാരിച്ചു. അതിലൊരു കാര്യം എടുത്തു പറയേണ്ടത് ചെറുപ്പക്കാരായ കോളേജ് കുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം കുട്ടികൾക്ക് നൽകും. സ്കോളർഷിപ്പ് പോലെ ഫ്രീ ആയി നൽകും. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമാണത്. കുടുംബക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ അറിയാത്തവരൊക്കെ അതിന് ബന്ധപ്പെട്ട കടലാസ് നോക്കി എഴുതി കൈ വെച്ചിട്ടുണ്ട് പോകാൻ. നോട്ടീസിലുണ്ടോണ്ടും കാര്യമില്ല. നമ്മൾ ആ വീട്ടിൽ പറയണം, നിങ്ങൾക്കൊക്കെ 3000 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കും. കുട്ടികൾക്ക് 1000 രൂപ കോളേജ് കുട്ടികൾക്ക് കൊടുക്കും. ഉമ്മൻചാണ്ടിയുടെ പേരിൽ നമ്മുടെ എല്ലാവർക്കും ആരാധനായിരുന്ന ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി. സുഖമില്ലാതായാൽ പാവങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ, ആരോഗ്യമന്ത്രിയുടെ വകുപ്പും അത് ചില മെഡിക്കൽ കോളേജിലുണ്ടായ ദയനീയ അവസ്ഥ ഞാനത് വിശദീകരിക്കില്ല. വടൻപള്ളി വടക്കൻ മുത്തപ്പൻ ശ്രീദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, തുടർന്ന് തിലഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. ചൊവ്വാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ത്രികാല ഭഗവതി സേവ, ബ്രഹ്മകലശ പൂജ എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ബിനീഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പരികലശ പൂജ, പ്രസാദ ഊട്ട, ഉപദേവതാ പ്രതിഷ്ഠ, തുടർന്ന് കലശാഭിഷേകങ്ങളും നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ, വീരനാട്യം, തിരുവത്താഴ പൂജ, ഗുരുതി തർപ്പണം, മംഗളപൂജ എന്നിവയും ഉണ്ടായിരുന്നു. രക്ഷാധികാരികളായ ഗോപി വടക്കൻ, ഷിജിൽ വടക്കൻ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ മധു മോഹനൻ, ദേവദാസ്, പ്രശാന്ത്, പ്രസാദ്, രഞ്ജു, മഹേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഞാൻ മറന്നു കൊച്ചു കൊച്ചു കാര്യം ചൊന്നു ചിണുങ്ങി നിന്നു. പൈമ്പാച്ചിരിയിലോ ഞാൻ മറന്നു. വെള്ളാമ്പൽ പുഴയിൽ അരയെന്ന പീടയല്ലേ. മുട്ടോളം വെള്ളമുണ്ടോ നീന്തി തുടിക്കാൻ, മുട്ടോളം വെള്ളമുണ്ടോ നീന്തി തുടിക്കാൻ. നിൻ ചിരിയിൽ മയങ്ങി കൂടെ കൂടാൻ ഞാൻ. തൃപ്പയാർ ലെമർ കിൻഡർ ഗാർഡനിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവക്കേഷനും ഗ്രാൻഡ് പാരന്റ്സ് ഡേയും വിപുലമായി ആഘോഷിച്ചു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. UKG വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ് പാരന്റ്സിൽ നിന്ന് ഏറ്റവും മുതിർന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. പെറ്റ് ട്രഷറർ EA ഹാരിസ്, അംഗങ്ങളായ KA അഷറഫ്, മുഹമ്മദ് ഹുസൈൻ, മാനേജർ മുഹമ്മദ് അലി IT, പ്രിൻസിപ്പൽ ഗേനി മൈക്കിൾ, വൈസ് പ്രിൻസിപ്പൽ സുവിത CS, കിൻഡർ ഗാർഡൻ വിഭാഗം മേധാവി നസീമ ഷംസുദ്ദീൻ, നൈറ AU എന്നിവർ സംസാരിച്ചു. വിശിഷ്ടാതിഥി ചൈതിക് TV അവതരിപ്പിച്ച നൃത്ത പ്രകടനം ഏവരെയും ആകർഷിച്ചു. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തുടർന്ന് വേദിയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പരിപാടികൾ അരങ്ങേറി. വിജയികൾക്ക് പ്രിൻസിപ്പൽ ഗേനി മൈക്കിൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. Very proudly to receive the end of the first chapter finale.
Now, why do we call and why did we choose this name is this is the first chapter, or this was the first chapter in their early childhood periods. According to CBSE, they belong to Bal Vatika, and the section will end only grade 2. But then we want to celebrate this kindergarten chapter very proudly. മുന്നണി സ്ഥാനാർത്ഥി താന്യം മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ നടത്തി. നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, CMP ജില്ലാ കമ്മിറ്റി മെമ്പർ രമേശ് PB, DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, CPM സംസ്ഥാന സെക്രട്ടറി വികാസ് ചക്രപാണി, നാട്ടിക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, മുസ്ലിം ലീഗ് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് KA അബ്ദുൾ സമദ്, കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, VK സുശീലൻ, MK ചന്ദ്രൻ, മിനി ജോസ്, ഹബീബുള്ള, അഡ്വക്കേറ്റ് റോയ് ആന്റണി എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആൻഡോ തൊറയൻ, ജനറൽ കൺവീനർ രമേശ് PB എന്നിവരുടെ നേതൃത്വത്തിൽ 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. നമുക്ക് മനസ്സിലായില്ല നമ്മുടെ കൊണ്ടുകൊണ്ടല്ല ഇല്ലേ? പിണറായി വിജയനെ CPM-നെയും ഇടതുപക്ഷത്തെയും നയിക്കുന്ന പിണറായി വിജയന് ഒരു കമ്മ്യൂണിസ്റ്റോ ഇല്ല, ഒരു മാർക്സിസ്റ്റോ ഇല്ല, ഒരു ഇടതുപക്ഷവും ഇല്ല. പിണറായി വിജയന് ആകെ ഉള്ളത് അപരമനിസമാണ് എന്ന തിരിച്ചറിവ് നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്. മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ കുട്ടികളുടെ അവധിക്കാലം സൃഷ്ടിപരവും സജീവമാക്കുന്നതിനായി സമ്മർ ഫണ്ട് 2026 എന്ന പേരിൽ വിവിധ സമ്മർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ മിൻറ്റു P. മാത്യു, സ്കൂൾ PRO കാൻഡി അന്തോണി തോമസ്, സൂപ്പർവൈസർ സബീഷ് KS എന്നിവർ അറിയിച്ചു. ഏപ്രിൽ 8, 2026 മുതൽ മെയ് 8, 2026 വരെ നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പുകൾ സ്പോർട്സ് ക്യാമ്പ്, കിഡീസ് ക്യാമ്പ്, എക്സ്പ്ലോറർ ക്യാമ്പ് എന്നീ വിഭാഗങ്ങളിലായി നടക്കും. ക്യാമ്പിന്റെ ഭാഗമായി പൂൾ പാർട്ടി, മൂവി നൈറ്റ്, പിക്നിക്, പെർഫോമൻസ്, ഫിനാലെ തുടങ്ങിയ പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 95 39 98 80 50 75 94 81 0856 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. ഏപ്രിൽ 8 മുതൽ മെയ് 8 വരെയുള്ള ഒരു മാസക്കാലമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നടത്തപ്പെടുന്ന ഈ ക്യാമ്പിൽ 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിശീലന പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കിഡീസ് ക്യാമ്പ്, എക്സ്പ്ലോറേഴ്സ് ക്യാമ്പ്, സ്പോർട്സ് ക്യാമ്പ് എന്നീ 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ വർഷം നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സ്കൂൾ ക്യാമ്പസിലും പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള സ്പോർട്സ് അറീനയിലും വെച്ചാണ് ഈ ക്യാമ്പുകൾ നടത്തപ്പെടുന്നത്. നമ്മുടെ ക്യാമ്പ് എന്ന് പറയുന്നത് പഠിത്തവും അതിനോടൊപ്പം കളിയും ചിരിയും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിൽ എക്സ്പ്ലോറർ ക്യാമ്പ്, അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്കുള്ള എക്സ്പ്ലോറർ ക്യാമ്പിലും കിഡീസ് ക്യാമ്പിലും കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള കിഡീസ് ക്യാമ്പിലും ചില സ്പെഷ്യൽ ഇവൻറ്റ്സ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂൾ പാർട്ടി, മൂവി നൈറ്റ്, പിക്നിക്, പെർഫോമൻസ് ഫിനാലെ, ഇതെല്ലാം അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആഡ് ഓൺസ് ആണ്. അതുപോലെ തന്നെ അവർക്ക് 3 ദിവസ ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളിൽ നാളെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാകുന്നതിനും അവരിലെ എൻ്റർപ്രണർഷിപ്പ് ഉണർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു 3-day വർക്ക്ഷോപ്പാണിത്. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ പ്രചരണാർത്ഥം ധാന്യം മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ആൻഡോ തൊറയന്റെ നേതൃത്വത്തിലുള്ള പ്രചരണം കൗതുകമായി. പഴയകാല ഇലക്ഷൻ പ്രചരണത്തെ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് പരിചയപ്പെടുത്തി സൈക്കിളിൽ പ്രതീകാത്മകമായി കോളാമ്പി സ്പീക്കർ ഘടിപ്പിച്ചും സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ കട്ടൗട്ടർ കെട്ടിയും ചിഹ്നവും അരങ്ങും ഉപയോഗിച്ച് അലങ്കരിച്ചുമാണ് താന്യം മണ്ഡലത്തിലെ 19 വാർഡുകളിലും സഞ്ചരിക്കുന്നത്. ഹനീഫ പൈനൂർ, ബഷീർ, ലൂയിസ് താണിക്കൽ, രാജൻ, വിൻസെന്റ് കുണ്ടുകുളങ്ങര, തിലകൻ VK എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു.
മണലൂരിന് TN പ്രതാപൻ 10 ഗ്യാരണ്ടിയും മണലൂരിനൊരു മാനിഫെസ്റ്റോയും പ്രഖ്യാപിച്ചു. നവ മണലൂർ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് LDF. സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളുടെ മുഖം തിരിക്കുന്ന നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.